ഗ്ലോറി ബി ടു ഗോഡ്. എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ സൂര്യൻ ഉദിക്കുന്നത് കാണുവാൻ. അതിഷ്ടപ്പെടാത്തവർ ആരും തന്നെയില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായ കാഴ്ച. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 31-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, നിന്റെ ശത്രുക്കളൊക്കെയും ഇവണ്ണം നശിക്കട്ടെ, അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? പുറമേയുള്ള ഭക്തിയല്ല, പുറമേയുള്ള സ്നേഹമല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നാം കർത്താവിനെ സേവിക്കുന്നവരാണോ, സ്നേഹിക്കുന്നവരാണോ? എങ്കിൽ നിശ്ചയമായി ഇരുളിൻ്റെ അന്ധകാരമേറിയ ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. കൂരൊരു താഴ്വരയിൽ കൂടി കടക്കേണ്ടി വരാം. എന്നാൽ അവിടെങ്ങും നാം ഇരുണ്ടു പോകത്തില്ല. വഴിയറിയാതെ നാം തകർന്നു പോകത്തില്ല. ഏത് പ്രതിസന്ധിയുടെ നടുവിലും സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ എപ്പോഴും കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ ആ ദൈവം നമ്മെ സഹായിക്കും. ശോധനകൾക്കും വേദനകൾക്കും പുറമേയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മറ്റു മേഖലകളിൽ ചില ഇരുളുകൾ കൊണ്ടിടുവാൻ സാധിക്കുമായിരിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തു പ്രകാശിക്കുന്നത് കൊണ്ട് ആ ആത്മീയ ഇരുളിനെ, ആ സന്തോഷത്തെ കെടുത്തുവാൻ ആർക്കും തന്നെ കഴിയുകയില്ല. ആയതിനാൽ ഈ ലോകത്തിൽ കാണുന്ന ഏതിനേക്കാളും, ആരെക്കാളും, എന്തിനേക്കാളും കർത്താവിനെ തന്നെ നമുക്ക് പൂർണ്ണമായി സ്നേഹിക്കാം. ആ കർത്താവല്ലാതെ നമുക്ക് ആരും തന്നെയില്ല. നമുക്ക് ആശ്രയിപ്പാൻ, നമുക്ക് വിശ്വസിപ്പാൻ, നമ്മെ ആത്മാർത്ഥമായി സ്നേഹിപ്പാൻ ആ യേശുവിനെ പോലെ ആരുമില്ല. ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആ കർത്താവിൻ്റെ ശോഭ അത്ര മഹത്വമേറിയതാണ്. തൻ്റെ മക്കളും അങ്ങനെ തന്നെ ആകുമെന്നാണ് ദൈവം പറയുന്നത്. ആമേൻ. സൂര്യൻ ഉദിച്ചു വരുന്ന ആ പ്രകാശം പോലെ. അതെ, ദൈവത്തെങ്കിലേക്ക് നോക്കാം. നിശ്ചയമായി നമ്മുടെ മുഖം പ്രകാശമാകും. നാം എവിടെയും എങ്ങും ലജ്ജിച്ചു പോകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ആയതിനാൽ ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. ആ സ്വർഗരാജ്യത്തിൽ നമുക്ക് അവകാശികളായി തീരാം. ഈ ഭൂമിയിൽ നാം ജീവിക്കും കാലം ഇവിടെയും നമുക്ക് ആവശ്യമായത് നൽകി കർത്താവ് നമ്മെ അനുഗ്രഹമാക്കി നടത്തുവാൻ സർവശക്തനാണ്. ഈ വചനപ്രകാരം കർത്താവ് നമ്മെ ഏവരും അനുഗ്രഹിക്കും.